ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇത് നമ്മുടെ വീട്ടിലെ മുറ്റത്ത് നിൽക്കുന്ന പുളിയാണ് കേട്ടോ. ഇതിൽ എന്നും നിറയെ പുളി ഉണ്ടാവും. നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന പുളിയൊക്കെ ഉണക്കി കുരുവൊക്കെ കളഞ്ഞ് എടുത്ത് സൂക്ഷിച്ച് വെക്കും കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഇതിൽ നിന്നാണ് കിട്ടുന്നത്. നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പുളി കൊണ്ട് ഒരു കറി തയ്യാറാക്കാം. മുളക് വറുത്ത പുളി. ഇത് തയ്യാറാക്കുന്നതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം അരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരിയൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു കറിയിലേക്ക് എരിവിനായിട്ട് ഈ ഒരു 2 പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഉള്ളി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുന്ന ആ ഒരു പാകത്തിലെത്തട്ടെ. അപ്പോഴേക്കും നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ഉരുളപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കറിയിൽ പുളി വേണം, എന്നാൽ അധികം പുളിയുടെ ടേസ്റ്റ് വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും കറി തയ്യാറാകും. അങ്ങനെ മുളക് വറുത്ത പുളി തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് സൈഡായിട്ട് ഒരു ഉണക്കമീൻ വറുത്തത് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇതിന് പുളി കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. പുളി ചേർക്കുമ്പോൾ നമ്മളതിൻ്റെ പാകം നോക്കി ചേർക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.